ഇതിൽ എപ്പോഴും നല്ലത് ഈ 70% പഠിക്കുന്നതാണ്. ഈ 100%ിലോട്ടേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ വെറുതെ നിങ്ങൾ ഓടിപ്പോയി കുറെ വായിച്ചു, നിങ്ങൾ അങ്ങനെ വായിച്ച 1% പോലും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല. ക്വാണ്ടിറ്റി കൂട്ടാനല്ല ശ്രമിക്കുന്നത്, ക്വാളിറ്റി കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ഈ PSC പരീക്ഷ എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കുന്ന, ഇതിനു വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരോടാണ് നമ്മൾ റിയൽ ആയിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടത്. 100 ആളുകൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ 10 ആളുകളാണ് റിയൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. 1 ലക്ഷം പേര് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അതിലൊരു റിയൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് 6000 തൊട്ട് 7000 പേരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് PSC ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. PSC ബിഗിനേഴ്സ് മാത്രമല്ല, എല്ലാവരും PSC പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെ നമ്മൾക്ക് PSC പഠിച്ചു തുടങ്ങാം? കുറേ പേർക്കുള്ളൊരു സംശയമാണ്, എങ്ങനെ PSC പഠിക്കണം, PSCയിലോട്ടേക്ക് എങ്ങനെ ഈ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ പോയിട്ട് പരീക്ഷ എഴുതാം, അങ്ങനെ നിരവധി സംശയങ്ങളുമായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ ഒരു PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പം ആദ്യം നമുക്ക് ക്ലിയർ കട്ട് ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം, നമ്മൾ ഏത് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. LGS ലെവൽ എക്സാംസ് ഉണ്ട്, 10th ലെവൽ എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ 12th ലെവല്, അതുപോലെ തന്നെ ഡിഗ്രി ലെവല്. ഇങ്ങനെ വിവിധ ലെവലുകളായിട്ടാണ് നമ്മുടെ എക്സാംസ് വരുന്നത്. അതിൽ 10th ലെവലിൻ്റെ സിലബസും +2 ലെവലിൻ്റെ സിലബസും ഡിഗ്രി ലെവലിൻ്റെ സിലബസിലും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്ലിയർ കട്ട് ആയിട്ടൊരു ഐഡിയ ഉണ്ടാവണം, നമ്മൾ ഏത് ലെവൽ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെപ്പോഴും ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മറ്റ് ലെവലുകളിലേക്കും ഹെൽപ്ഫുൾ ആകുന്നതാണ്. അപ്പം നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡിഗ്രി ലെവൽ എക്സാമിന് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമുക്ക് 12th ലെവലിലാണെങ്കിലും 10th ലെവലിലാണെങ്കിലും നമ്മളെ അത് ഹെൽപ്ഫുൾ ആക്കുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ ഏത് ലെവൽ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സിലബസ് നോക്കുക. അപ്പോൾ നിങ്ങൾ 10th ലെവലിനാണെങ്കിൽ 10th ലെവലിൻ്റെ സിലബസ് എടുക്കുക, ഡിഗ്രി ലെവലിനാണെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ സിലബസ് എടുക്കുക, 12th ലെവലിനാണെങ്കിൽ 12th ലെവലിൻ്റെ സിലബസ് എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്റ്റിക്ക് ടു ദ സിലബസ് എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സിലബസ് ഏതാണെന്ന് നമ്മൾ നോക്കി, നമുക്ക് പറ്റുന്നത് ഏതാണെന്ന് നമ്മൾ നോക്കി വെക്കുക. പിന്നെ ഈ 3 സിലബസിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. 3 സിലബസും എടുത്ത് ആദ്യം വെക്കുക. 3 സിലബസിലും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. അതായത് മജോറിറ്റി ടോപ്പിക്കുകളും എന്താണ്, കോമൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതൊരു ഡിഗ്രി ലെവലിന്റെ പ്രത്യേകത എന്താ? കുറച്ചും കൂടി ഹയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ചും കൂടി കോൺസെപ്ച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാൽ 10th ലെവലിലേക്കും 12th ലെവലിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി ഫാക്ച്വൽ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 10th ലെവലിൽ മൊത്തം ഫാക്ച്വൽ ഓറിയന്റഡ് ആണെന്നല്ല, കോൺസെപ്റ്റ് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഡിഗ്രി ലെവലിൽ കുറച്ചും കൂടി ഡെപ്ത് ലെവലിൽ വന്നാൽ 10th ലെവലിലേക്ക് വരുമ്പോൾ അത്രയും ഡെപ്ത് ലെവൽ ഉണ്ടാവില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ, നമ്മൾ ഡിഗ്രി ലെവൽ ബേസ് ചെയ്താണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മറ്റ് എക്സാംസിനും അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, നമ്മൾ സിലബസ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ സിലബസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. 3ലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതാണെന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ആ കോമൺ ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിലബസ് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി എന്ത് നോക്കണം, നമ്മൾ വെയിറ്റേജ് നോക്കണം അല്ലേ? ഓരോ സിലബസ് എടുത്ത് നോക്കുമ്പോഴും നമുക്കവിടെ മാർക്കിന്റെ വെയിറ്റേജസ് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ ടോപ്പിക്കിലും എത്ര മാർക്ക് വെയിറ്റേജ് വരുന്നുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. LGS ലെവൽ എക്സാമിന് വരുന്ന ഒരു വെയിറ്റേജ് അല്ല ഡിഗ്രി ലെവൽ എക്സാമിന് വരുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക് ബേസ് ചെയ്തിട്ട് വെയിറ്റേജിൽ എന്തുണ്ട്, വെയിറ്റേജിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ വെയിറ്റേജ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അതായത് സിലബസിലെ മാർക്ക് വിതരണം നമ്മൾ നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഒരു ഡിഗ്രി ലെവൽ സിലബസ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ആണ് എടുത്തേക്കുന്നതെന്ന് വിചാരിക്കാം. ആ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹിസ്റ്ററിയുടെ ഭാഗം നോക്കിയേ. ഹിസ്റ്ററിയിൽ നമുക്ക് വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, 3 ഹിസ്റ്ററീസ് ഉണ്ട്. 3 ഹിസ്റ്ററീസിനും കൂടി വരുന്ന മാർക്ക് വെയിറ്റേജ് എന്ന് വരുന്നത് എത്രയാ? 10 മാർക്ക്. ഓക്കെ, അത്ര അവിടെ വെയിറ്റേജ് വരുന്നുള്ളൂ. ചിലപ്പം 5 മാർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, 10 മാർക്കും 5 മാർക്കും അങ്ങനെ വെയിറ്റേജ് വളരെ കുറവാണ്. അപ്പൊ ഈ ഒരു 5 മാർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു 10 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് മൊത്തം ഇരുന്ന് പഠിച്ചിട്ട് ബാക്കിയുള്ള 95 മാർക്കിന് ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സിനെ ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്, വെയിറ്റേജ് അനുസരിച്ചിട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മറ്റൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുക്കാം.
ഇല്ലെങ്കിൽ വേണ്ട IT എടുക്കാം, കമ്പ്യൂട്ടർ എടുക്കാം. കമ്പ്യൂട്ടറിന്റെ കേസിൽ എന്താ വരുന്നത്, അവിടെ നമുക്ക് കുറച്ച് ടോപ്പിക്കേ പഠിക്കാനുള്ളൂ, എന്നാൽ അത് നമുക്ക് ഷുവർ ഷോട്ടായിട്ട് കിട്ടുന്നതാണ്. അതായത് ചെറിയ ടൈമും കൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഹിസ്റ്ററിനെയും എക്കണോമിക്സിനെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിൽ നമുക്ക് കുറച്ച് ടോപ്പിക്കുകളെ പഠിക്കാനുള്ളൂ. ഹിസ്റ്ററിനെ അപേക്ഷിച്ച് നമുക്ക് എക്കണോമിക്സിൽ കുറച്ച് ടോപ്പിക്സേ പഠിക്കാനുള്ളൂ, എന്നാൽ നിങ്ങൾക്ക് അവിടെ 5 മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ വെയിറ്റേജ് അനുസരിച്ചിട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്ത് ചെയ്യുക, ആദ്യം പഠിച്ചു പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ MEM എന്ന് പറയുന്നത്. സോ അവിടെ 50 മാർക്കോടെ പ്രിലിംസിന് വെയിറ്റേജ് ഉണ്ട്, മെയിൻസിലേക്ക് വരുമ്പോൾ 30 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അതെന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് പഠിക്കണം. 10th ലെവലിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, 10th ലെവലിലോട്ടേക്ക് വരുമ്പോൾ ഇതുപോലെ മാർക്ക് വെയിറ്റേജ് അനുസരിച്ച് GK പോർഷനും ഉണ്ട്, നോൺ GK പോർഷനും ഉണ്ട്. അപ്പോൾ അവിടെ മലയാളത്തിന് എത്ര മാർക്ക് വരുന്നുണ്ട്, അങ്ങനെ വെയിറ്റേജ് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു LGS ലെവൽ പരീക്ഷയിലേക്ക് വരുമ്പോൾ മാത്സ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അവിടെ എത്ര മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ടെന്ന് നോക്കുക. അപ്പം അത്തരത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഏരിയാസ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം, ആ വെയിറ്റേജ് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ അതാണ് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്കുള്ള മറ്റൊരു ഡൗട്ടാണ് മോക്ക് എക്സാംസ് എഴുതണ്ടേ, ടെസ്റ്റ് സീരീസ് ചെയ്യണ്ടേ എന്നൊക്കെയുള്ള ഡൗട്ട്. എപ്പോഴാണ് ശരിക്കും ഈ മോക്ക് എക്സാംസ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് തൊട്ട് PSC പഠിക്കാമെന്ന് പറഞ്ഞു, സിലബസ് ഒക്കെ എടുത്തു വെച്ചു, മാർക്കിന്റെ വെയിറ്റേജ് ഒക്കെ നോക്കി, എന്നിട്ട് ഞാൻ ഇന്ന് തൊട്ട് പഠിക്കുന്നു. ഇന്ന് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ ഞാൻ പഠിച്ചു, എന്നിട്ട് നാളെ ഞാൻ പോയിട്ട് മോക്ക് എക്സാം എഴുതുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. മോക്ക് എക്സാം നമുക്ക് തോന്നുമ്പോഴല്ല ചെയ്യേണ്ടത്. മോക്ക് എക്സാം എപ്പോഴാണ് എഴുതേണ്ടത്? നമ്മൾ പഠിച്ച് ആ ഒരു സിലബസിൽ ഒരു 40% അല്ലെങ്കിൽ 40 to 50% എങ്കിലും ടോപ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ 40% to 50% ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ നേരെ പോയിട്ടൊരു മോക്ക് എക്സാം അറ്റൻഡ് ചെയ്താൽ അതിന്റെ പ്രശ്നം എന്താ, അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കും. കാരണം നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്സ് ആയിരിക്കും മോക്ക് എക്സാംസിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഏതാ, നമുക്കപ്പോൾ ഭയങ്കര ടെൻഷൻ കയറും. അപ്പൊ നമുക്ക് അത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും, നമുക്ക് പിന്നെ അത് പ്രിപ്പറേഷനെ ബാധിക്കും. സോ നിങ്ങൾ എപ്പോഴും കുറച്ച് ടോപ്പിക്സിൽ പഠിച്ചതിന് ശേഷം മാത്രം മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നതെന്ന്. ഇപ്പോൾ ഇന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ്. അപ്പം ഇന്ന് നിങ്ങളൊരു ഡേ ടു ഡേ ബേസിസിൽ നിങ്ങൾ കുറച്ച് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തു. ഇന്ന് day 1 ആണ്. ഇന്ന് day 1 ഞാനിപ്പം ഇരുന്നിട്ട് ഫ്രഞ്ച് റെവല്യൂഷനാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് കരുതുക. സോ നിങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷൻ എന്നുള്ള ടോപ്പിക്ക് പഠിച്ചു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഏത് ചോദ്യമാണ് വന്നേക്കുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇങ്ങനെയാണ് ചോദ്യം വന്നേക്കുന്നത്, ചോദ്യം വന്ന രീതി ഏതെന്ന് മനസ്സിലാവും. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഒപ്പം തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കൊണ്ടുപോകാം. പക്ഷേ ഒരു മോക്ക് എക്സാം അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് എന്നുള്ള സാധനമൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു 40 to 50% ടോപ്പിക്ക് കവർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കൃത്യമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻറ്റ് ബുക്കുകൾ, അതായത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുക്കുകളുണ്ട്. ഈ ബുക്കുകളെല്ലാം വാരി വലിച്ച് പഠിച്ച് പോയിട്ട് എഴുതുന്നത്. ഇപ്പോൾ റാങ്ക് ഫയൽസ് ഉണ്ടാവും, ഇഷ്ടംപോലെ റാങ്ക് ഫയൽസ് ഉണ്ടാവും, അതുപോലെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ടാവും. ഇപ്പം നമുക്ക് മെറ്റീരിയൽസ് കിട്ടാൻ വളരെ ഈസിയാണ്. നമുക്ക് എവിടെ നിന്ന് വേണേലും മെറ്റീരിയൽസ് കിട്ടും. ടെലിഗ്രാമിൽ നിന്നൊക്കെ തന്നെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് കിട്ടും. സോ ഇതെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് അതായത് നമ്മൾ ചിലരുണ്ട് ഒരു ടോപ്പിക്ക് പഠിക്കും. ഇപ്പോൾ അമേരിക്കൻ വിപ്ലവവുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു കാര്യം പഠിക്കും. അതിൽ നിന്ന് നിങ്ങൾ ഒരു മെറ്റീരിയൽ റെഫർ ചെയ്യും. അത് കഴിഞ്ഞ് വേറൊരു മെറ്റീരിയൽ വേറെ എവിടെയെങ്കിലും കണ്ടാൽ അതും പോയിട്ട് വായിക്കും. അത് കഴിഞ്ഞ് വേറൊരു മെറ്റീരിയൽ വേറെ എവിടെയെങ്കിലും കണ്ടാൽ അതും പോയിട്ട് വായിക്കും. അതായത് ഒരൊറ്റ ടോപ്പിക്കിന് വേണ്ടിയിട്ട് 10ഉം 20ഉം മെറ്റീരിയൽസ് വായിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അനേകം മെറ്റീരിയൽസ് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ യൂസ് ഒന്നുമില്ല. നിങ്ങൾ കൃത്യമായും വൃത്തിയായും പഠിച്ച ഒരു സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ അഡീഷണൽ റീഡിങ് വേണ്ടാന്നല്ല പറഞ്ഞത്, ഒരുപാട് മെറ്റീരിയൽസിനെ ആശ്രയിക്കാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സോഴ്സ് എന്ത് ചെയ്യുക, സോഴ്സ് ലിമിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ഈ പഠിച്ച സാധനം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. സിലബസ് നിങ്ങളിപ്പോൾ ചിലപ്പം നമ്മളിപ്പോൾ മൊത്തത്തിൽ പഠിച്ചു വരുമ്പോൾ സിലബസ് നമുക്കൊരു 70% ഒക്കെ കവർ ആക്കിയിട്ടുണ്ടാവുള്ളൂ എന്ന് കരുതുക. നിങ്ങൾക്ക് 2 രീതിയിൽ സിലബസിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓടിച്ചു വിട്ട് വായിച്ച് നമുക്ക് 100% നമ്മുടെ സിലബസിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓടിച്ചു വിട്ട് ഒരൊറ്റ റീഡിങ്ങിൽ നമുക്ക് മറ്റേ മാരത്തോണൊക്കെ ഓടുന്ന പോലെ ഓടിപ്പോയി വായിച്ച് സിലബസ് മൊത്തം കവർ ചെയ്തിട്ട് 100% ആക്കിയെടുക്കാൻ പറ്റും. എന്നാൽ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പ്രോപ്പറായി തറവാക്കി നിങ്ങളുടെ തലയിൽ നല്ല ഉറപ്പിച്ച് വെച്ച് നിങ്ങൾക്ക് സെറ്റാക്കി 70%
പഠിക്കാനും പറ്റും. ഇതിൽ എപ്പോഴും നല്ലത് ഈ 70% പഠിക്കുന്നതാണ്. കാരണം ഈ 100%-ിലോട്ടേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ വെറുതെ നിങ്ങൾ ഓടിപ്പോയി കുറേ വായിച്ചു. ആ 100% എത്തിയതിൽ നിങ്ങൾ അങ്ങനെ വായിച്ച 1% പോലും എന്തുണ്ടാവില്ല, 1% പോലും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല. അതിനേക്കാളും എത്രയോ നല്ലതാണ് സിലബസിന്റെ 70% നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുള്ളത്. സോ അതിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്വാണ്ടിറ്റി കൂട്ടാനല്ല ശ്രമിക്കേണ്ടത്, ക്വാളിറ്റി കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. സോ സിലബസ് കവർ ചെയ്യുമ്പോൾ അതുകൂടി ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ പല സ്റ്റുഡൻസും വിളിച്ചിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്, ഇതൊക്കെ തീരുന്നുണ്ട്, എല്ലാം തീർന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ ഓർമ്മ നിൽക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ഓർമ്മ നിൽക്കാത്തത്? സിലബസ് തീർക്കാനുള്ള നെട്ടോട്ടമായതുകൊണ്ടാണ് നമുക്ക് ഓർമ്മ നിൽക്കാത്തത്. സിലബസ് തീർത്തു പോകുന്നതിലല്ലല്ലോ കാര്യം. പഠിച്ച സാധനം വൃത്തിയായിട്ട് നമ്മുടെ കയ്യിലിരിക്കുമ്പോഴല്ലേ അതിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. സോ അതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ സിലബസ് മൊത്തം തീർക്കുക എന്നതിലുപരി പഠിച്ച സാധനം വൃത്തിയായിട്ട് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ സ്വയം കൊടുക്കുക. അതാണ് അവിടെ നമുക്കൊരു PSC പഠിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഞാൻ മോക്ക് എക്സാംസിൻ്റെ കാര്യം പറഞ്ഞു, അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു PSC പ്രിപ്പറേഷനിൽ തിരിച്ചറിയണം? ഒന്ന്, കോമ്പറ്റീഷൻ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലർക്കും ചിലർ വെറുതെ ഒരു PSC എക്സാം എഴുതാം എന്നുള്ളൊരു ഇതിൽ ഒന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തോന്നിയിട്ട് വെറുതെ ഒന്ന് പോയി എഴുതി നോക്കാം എന്നുള്ള രീതിയിൽ പോയി എഴുതുന്നവരുണ്ട്. ചിലപ്പോൾ ഭാഗ്യത്തിനെങ്ങാനും കിട്ടിയാലോ എന്ന് എഴുതി എഴുതുന്നവരുണ്ട്. അങ്ങനെയല്ല, ഈ PSC പരീക്ഷ എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ഒരു കൂട്ടം ആസ്പിരൻസ് ഉണ്ട്. ഇതിനു വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പം അവരോടാണ് നമ്മൾ റിയൽ ആയിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടത്. 100 ആളുകൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ 10 ആളുകളാണ് റിയൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് 1,00,000 പേര് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അതിലൊരു റിയൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് 6,000 തൊട്ട് 7,000 പേരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. സോ ആ കോമ്പറ്റീഷൻ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം. കാരണം ആ ഒരു 6,000-7,000 പേരെന്ന് പറയുന്ന ആളുകൾ കൃത്യമായിട്ട് അത്രയും വൃത്തിയോടുകൂടി സിസ്റ്റമാറ്റിക്കായി എല്ലാ ദിവസവും പഠിച്ചു പോകുന്നവരാണ്. അപ്പം ബാക്കിയുള്ളവരെ എല്ലാം നോക്കണ്ടേ, ആ ഒരു 6,000-7,000 പേരോടായിരിക്കും നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ റിയൽ കോമ്പറ്റീഷൻ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിയൽ കോമ്പറ്റീഷൻ തിരിച്ചറിയാൻ തീർച്ചയായിട്ടും ഈ ഓൾ കേരള ലെവൽ എക്സാംസ്, ഇപ്പം പല സ്ഥാപനങ്ങളിലാണെങ്കിലും പലയിടത്താണെങ്കിലും നമുക്ക് ഓൾ കേരള ലെവൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അത്തരത്തിലുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് ആ ഒരു കോമ്പറ്റീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ റിയൽ കോമ്പറ്റീഷൻ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഡീവിയേഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ പല രീതിയിലായിരിക്കും ഓരോ ആളുകൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ. ഇപ്പം ചിലർക്ക് ഫോൺ ഡിസ്ട്രാക്റ്റഡ് ആവും. അതായത് ചിലർക്ക് ഇപ്പം ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെ പല സോഷ്യൽ മീഡിയാസ്, ചില ആളുകൾക്ക് അത് ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. നിങ്ങൾക്കറിയാലോ എന്താണ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അങ്ങ് മാറ്റി വെച്ചോളുക. ചിലർക്ക് ഈ ഫോണൊന്നും ഡിസ്ട്രാക്ഷൻ ആയിരിക്കില്ല. ഇപ്പം ചില ആളുകളുണ്ട്, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുന്നവരുണ്ട്. പക്ഷെ അവരിത് കാണുന്നുണ്ട്, അവർക്കതൊരിക്കലും ഡിസ്ട്രാക്ഷൻ അല്ല. അവർ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടിരുന്ന് പഠിക്കുന്നവരുമുണ്ട്. സോ നമ്മുടെ ഓരോരുത്തരുടെയും ഡിസ്ട്രാക്ഷൻസ് എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കേ അറിയുള്ളൂ. അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ അത് ഒന്ന് അവോയ്ഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അത് ഫോൺ മാത്രമല്ല, പല കാര്യങ്ങളും. ഇപ്പം അതൊരു റിലേഷൻഷിപ്പ് ആകാം, എന്തുമാകാം. ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന പല കാര്യങ്ങളെയും ഒന്ന് അവോയ്ഡ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു പ്രിപ്പറേഷൻ, അതായത് കുറച്ച് കാലത്തേക്കുള്ളൊരു ജേണിയാണ്, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ വരെയുള്ള ഒരു ജേണിയാണ്. ആ ഒരു ജേണി കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാളത്തോട്ടേക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ തളർത്താൻ പലരും ഉണ്ടാകും. ഇത് കിട്ടില്ല, ഇപ്പം ജോലിക്ക് കയറിയവർ പോലും ഉണ്ട്. ജോലിക്ക് കയറിയവർ പോലും വന്ന് പറയാറുണ്ട്, ഈ ജോലിയൊന്നും ശാശ്വതമല്ല, ഇതൊന്നും കാര്യമില്ല എന്ന് പറയുന്നത്. ഇപ്പോഴും സർവീസിൽ ഇരിക്കുന്നവർ പോലും പലരോടും പറയുന്നത് കേട്ടിട്ടുണ്ട്. എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊന്നും കാര്യമില്ല, വേണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും നോക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയല്ല, സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും ഓരോന്ന് പറയാനും ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷേ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കുക, നമുക്ക് ഒരു കൃത്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പം സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു ജേണിയിൽ ഏറ്റവും പ്രത്യേകിച്ച് ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ജേണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ്. നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്ക് പറ്റാനാ? വേറെ ഒരാൾ വന്നിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരില്ലല്ലോ. സോ ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കുക. കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി, അത് ഓക്കെ ആയിക്കോളും.
അത് പെട്ടെന്നൊരു ദിവസം ഓക്കെ ആവില്ല, ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ടേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ലൊരു ലെവലിലോട്ടേക്ക് എത്തും. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന വർക്കൊന്നും ഹാർഡ് വർക്കും ആണെങ്കിലും സ്മാർട്ട് വർക്ക് ആണെങ്കിലും ഈ വർക്കുകളൊന്നും എന്ത് ചെയ്യില്ല, ഒരിക്കലും വെറുതെ ആയി പോവില്ല. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്തായാലും അത് നമുക്ക് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആകുന്നതാണ്. സോ ആ സെൽഫ് മോട്ടിവേഷൻ ഒരിക്കലും കൈവിടരുത്. ഓക്കെ, പിന്നെ പലർക്കും ടെൻഷനാണ്, ടെൻഷനോട് ടെൻഷൻ, എന്ത് പറഞ്ഞാലും ടെൻഷനാണ്. സിലബസ് തീർത്തില്ല, അത് തീർത്തില്ല, ഇത് തീർത്തില്ല. അവിടെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ ടെൻഷൻ, വേറൊരു യൂട്യൂബിൻ്റെ അടിയിലെ കമൻസ് കാണുമ്പോൾ ടെൻഷൻ, അത് കാണുമ്പോൾ ടെൻഷൻ, ഇത് കാണുമ്പോൾ ടെൻഷൻ, ഫുൾ ടെൻഷനാണ്. ഈ ടെൻഷൻ ഒരു പരിധിവരെ നല്ലതാണ്, എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ അത് ദോഷമാണ്. അപ്പം ടെൻഷൻ ഒരു നല്ല ലക്ഷണം തന്നെയാണ്. ടെൻഷൻ ഉള്ളത് നമുക്ക് പഠിക്കാൻ നമുക്കൊരു പ്രചോദനമാണ്. ഒരു ടെൻഷൻ, കുറച്ച് ചെറിയൊരു ടെൻഷനൊക്കെ ഉള്ളത്, ആ ടെൻഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് പഠിക്കാനൊരു ഉന്മേഷമൊക്കെ കിട്ടും. ടെൻഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ പഠിക്കും. എന്നാൽ ഇത് ഓവർ ടെൻഷൻ ആകാനും ഓവർ സ്ട്രെസ്സിലേക്ക് പോകാനും നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാണ്ടിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ടെൻഷൻ്റെ കാര്യത്തിൽ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം എങ്ങനെ ഒരു PSC ബിഗിനർ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് നിങ്ങൾ ഒരു ബിഗിനിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഒരു സ്റ്റഡി ടേബിളൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. SCRT ഒക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഓൾറെഡി ചാനലിൽ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ സിലബസ് വെക്കുക. സിലബസ് വെച്ചതിന് ശേഷം കൃത്യമായിട്ടും ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങൾ ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ വൺസ് കയറി കഴിഞ്ഞാൽ നിങ്ങളത് പിന്നെ അത് ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് ആ ഒരു ട്രാക്കിൽ കയറും, പിന്നെ അത് സെറ്റായി പോയിക്കോളും. അപ്പം ആദ്യത്തെ ആ ബുദ്ധിമുട്ടുകൾ ഒക്കെ എന്താ ചെയ്യുക, ഓവർകം ചെയ്യാൻ റെഡി ആയിട്ട് തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ ആരംഭിക്കുക. അതുപോലെ തന്നെ സിലബസിൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഏരിയാസും കാര്യങ്ങളെല്ലാം നോക്കി കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് വരിക. പിന്നെ ചിലരുണ്ട് പുറത്തുനിന്ന് മോട്ടിവേഷൻ കിട്ടിയാലേ പഠിക്കൂ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, പുറത്തുനിന്നുള്ള മോട്ടിവേഷൻ നോക്കിയിരിക്കാതെ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു PSC ബിഗിനർ ആയിട്ടുള്ള ഒരാളോട് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യൂ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് ഒരടുക്കും ചിട്ടയോടും കൂടി പോയി പഠിച്ചാൽ ഉറപ്പായിട്ടും ഇത് നമുക്ക് വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ഏത് ലെവൽ എക്സാം ആണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് മാത്രമല്ല, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ കൺസിസ്റ്റൻസിക്കാണ് ഏറ്റവും പ്രാധാന്യം. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെയൊക്കെ വിവിധ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുപാട് വരാനിരിക്കുന്നു. അങ്ങനെ വിവിധ ലെവൽ എക്സാംസ് നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് PSCയിലുള്ളത്. അതിൽ നമുക്കിപ്പോൾ കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, ഒരുപാട് ഒഴിവുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളൊരു സിസ്റ്റമാറ്റിക്കായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് CC ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സസും അതിൻ്റെ PDF നോട്ടുകളും മോക്ക് എക്സാംസും ഒരു ഡെയിലി സ്റ്റഡി ടേബിളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്